പുതിയൊരു സാഹസികതയിലേക്ക് കടക്കുന്നതിന് മുൻപ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഓഫ് MCU സ്പൈഡർമാന്റെ പഴയ കഥകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2016-ൽ സോണിയും മാർവലും സ്പൈഡർമാനെ MCUയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ കഥ വീണ്ടും പറയേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു. കഴിഞ്ഞ 14 വർഷത്തിനിടെ സ്പൈഡർമാന്റെ ഉത്ഭവത്തെക്കുറിച്ച് സോണി പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു റേഡിയോ ആക്റ്റീവ് ചിലന്തി കടിച്ചതും കള്ളനെ തടയാൻ കഴിയാത്തതും തുടർന്ന് അമ്മാവൻ ബെൻ കൊല്ലപ്പെട്ടതും ആ കുറ്റബോധത്തിൽ നിന്ന് അവനൊരു സൂപ്പർ ഹീറോ ആയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ MCUയിൽ പ്രേക്ഷകർക്ക് ഈ കഥ അറിയാമെന്ന ധാരണയിൽ അവർ അതങ്ങ് ഒഴിവാക്കി. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന സിനിമയിലെത്തുമ്പോഴേക്കും ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഒരു സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞിരുന്നു. അവിടുന്നാണ് ടോണി സ്റ്റാർക്ക് അയൺമാൻ അവനൊരു വഴികാട്ടിയായി വരുന്നത്. രസകരമായ കാര്യമെന്തെന്നാൽ MCUയിൽ അമ്മാവൻ ബെന്നിനെ കാണിക്കുകയോ കാര്യമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സ്പൈഡർമാന്റെ കഥയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ വലിയ ശക്തിയും വരുന്നു എന്ന് അവനോട് പറയുന്നത് ബെന്നല്ല, മറ്റൊരാളാണ്. അതാരാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. സ്പൈഡർമാൻ തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ കുറ്റവാളികളെ തടയുന്നത് പതിവായിരുന്നു. എന്നാൽ ടോണി സ്റ്റാർക്കിന് അവനെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ടായിരുന്നു. പീറ്റർ പാർക്കർ സ്വന്തമായി നിർമ്മിച്ച ചിലന്തിവല വെബ് ഫ്ലൂയിഡ് കണ്ട് അത്ഭുതപ്പെട്ട ടോണി അവനെ തനിക്കൊപ്പം ചേർത്തു. തുടർന്ന് ജർമ്മനിയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് ക്യാപ്റ്റൻ അമേരിക്കയുമായുള്ള പോരാട്ടത്തിൽ സ്പൈഡർമാൻ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് ആന്റ്മാനെ നേരിട്ട ശേഷം ക്ഷീണിതനായ പീറ്ററിനോട് വീട്ടിൽ പോകാൻ ടോണി ആവശ്യപ്പെടുന്നു. സ്പൈഡർമാൻ ഹോംകമിംഗ് എന്ന ചിത്രത്തിൽ പീറ്റർ ഷൂട്ട് ചെയ്ത വീഡിയോ ഡയറികളിലൂടെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ടോണിയുടെ സഹായിയായ ഹാപ്പി ഹോഗനിൽ നിന്ന് ലഭിച്ച പുതിയ സൂപ്പർ ഹീറോ വേഷവും ജർമ്മനിയിലെ പോരാട്ടത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളും അതിൽ കാണാം. ന്യൂയോർക്കിലേക്ക് തിരിച്ചെത്തിയ ശേഷം ആ വേഷം വെച്ചുകൊണ്ട് പീറ്റർ തന്റെ ചെറിയ തലത്തിലുള്ള നന്മകൾ തുടരുകയാണ്. സ്കൂൾ വിദ്യാർത്ഥിയായ പീറ്റർ താൻ അവഞ്ചേഴ്സിൽ ചേരാൻ പോകുകയാണെന്ന വിശ്വാസത്തിൽ പഠനത്തിനു പുറമെയുള്ള എല്ലാ പരിപാടികളിൽ നിന്നും പിന്മാറുന്നു. എന്നാൽ ടോണി സ്റ്റാർക്കിന്റെ മറുപടി ലഭിക്കാത്തതിനാൽ അവൻ സ്കൂളിലെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. അതിനിടെ ഒരു ബാങ്ക് കൊള്ള തടയാൻ ശ്രമിക്കുന്നതിനിടെ അത്യാധുനിക ആയുധങ്ങളുള്ള കൊള്ളക്കാരുമായി പീറ്റർ ഏറ്റുമുട്ടുന്നു. ഈ വിവരം ടോണിയെ അറിയിക്കുമ്പോൾ അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും സാധാരണ ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ ആയിരിക്കാനുമാണ് ടോണി പീറ്ററിനോട് പറയുന്നത്. അധ്യായം 4. നെഡ് സത്യം കണ്ടെത്തുന്നു. താൻ സ്പൈഡർമാനാണെന്ന കാര്യം അമ്മായി മേയിൽ നിന്ന് പീറ്റർ രഹസ്യമായി വയ്ക്കുന്നു. എന്നാൽ പീറ്റർ തന്റെ വേഷം മാറുന്നത് സുഹൃത്തായ നെഡ് കാണുകയും പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. പിന്നീട് സ്കൂളിലെ ലിസ് എന്ന പെൺകുട്ടി സംഘടിപ്പിക്കുന്ന പാർട്ടിയിൽ പീറ്റർ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് വൾച്ചർ എന്ന വില്ലന്റെ ആയുധക്കച്ചവടം പീറ്റർ കാണുന്നു. അവനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ വൾച്ചർ പീറ്ററിനെ ആക്രമിച്ച് താഴേക്ക് വിടുന്നു. എന്നാൽ അവസാന നിമിഷം അയൺമാൻ എത്തി പീറ്ററിനെ രക്ഷിക്കുന്നു. ടോണിയുടെ ഉപദേശം അവഗണിച്ച് പീറ്റർ വൾച്ചറിന്റെ സംഘത്തെക്കുറിച്ച് അന്വേഷണം തുടരുന്നു. സ്കൂളിന്റെ ഭാഗമായി വാഷിംഗ്ടൺ DC-യിലേക്ക് പോകുന്ന ടീമിൽ പീറ്റർ ചേരുന്നു. വൾച്ചറിന്റെ സംഘം അപകടകരമായ ഒരു ഏലിയൻ ആയുധം കടത്താൻ ശ്രമിക്കുന്നത് പീറ്റർ അറിയുന്നു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പീറ്റർ ഒരു വലിയ സ്റ്റോറേജ് വാൾട്ടിൽ കുടുങ്ങുന്നു. അതേസമയം ആ ആയുധം പീറ്ററിന്റെ സുഹൃത്തുക്കളുള്ള ഒരു എലിവേറ്ററിനുള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. സ്പൈഡർമാൻ യഥാസമയം എത്തി സുഹൃത്തുക്കളെ രക്ഷിക്കുന്നു. വൾച്ചറിന്റെ മറ്റൊരു ആയുധക്കച്ചവടത്തെക്കുറിച്ച് വിവരം ലഭിച്ച പീറ്റർ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിൽ വെച്ച് അവരെ തടയാൻ ശ്രമിക്കുന്നു. പോരാട്ടത്തിനിടെ ഫെറി രണ്ടായി പിളരുന്നു. പീറ്റർ അത് രക്ഷിക്കാൻ പാടുപെടുന്നുണ്ടെങ്കിലും അവസാനം അയൺമാൻ തന്നെ എത്തേണ്ടിവരുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട ടോണി സ്റ്റാർക്ക് പീറ്ററിന്റെ അമിത ആത്മവിശ്വാസത്തെ വിമർശിക്കുകയും സ്പൈഡർമാൻ വേഷം തിരികെ വാങ്ങുകയും ചെയ്യുന്നു. ഈ വേഷമില്ലെങ്കിൽ ഞാനൊന്നുമല്ല എന്ന് പീറ്റർ പറയുമ്പോൾ ഈ വേഷമില്ലാതെ നീയൊന്നുമല്ലെങ്കിൽ നിനക്ക് ഇത് അർഹതപ്പെട്ടതല്ല എന്ന് ടോണി മറുപടി നൽകുന്നു. സ്കൂളിൽ വെച്ച് പീറ്റർ ലിസിനെ ഹോംകമിംഗ് നൃത്തത്തിന് ക്ഷണിക്കുന്നു. അവൾ അത് സമ്മതിക്കുന്നു. എന്നാൽ ലിസിന്റെ വീട്ടിലെത്തിയ പീറ്റർ ഞെട്ടിപ്പോകുന്നു. അവളുടെ അച്ഛൻ താൻ അന്വേഷിക്കുന്ന വില്ലനായ വൾച്ചറാണ്. പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് തിരിച്ചറിയുന്ന വൾച്ചർ പീറ്ററിന്റെ കുടുംബത്തെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ ആ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പീറ്റർ നൃത്തത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും തന്റെ പഴയ സ്വന്തം നിർമ്മിത വേഷം ധരിച്ച് വൾച്ചറിനെ നേരിടാൻ പോകുകയും ചെയ്യുന്നു. തന്റെ ബിസിനസ് തകർത്തതിന് അയൺമാനാണ് കാരണമെന്ന് പറഞ്ഞ് വൾച്ചർ പീറ്ററിനെ ആക്രമിക്കുന്നു. വൾച്ചർ ഒരു സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് വിമാനം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. പോരാട്ടത്തിനിടെ വിമാനം അപകടത്തിൽപ്പെടുന്നുവെങ്കിലും പീറ്റർ അത് രക്ഷിക്കുന്നു. അവസാന പോരാട്ടത്തിൽ വൾച്ചറിന്റെ ചിറകുകൾ പൊട്ടിത്തെറിക്കുന്നു. പീറ്റർ അവനെ രക്ഷപ്പെടുത്തി പോലീസിന് കൈമാറുന്നു. പിന്നീട് ടോണി സ്റ്റാർക്ക് പീറ്ററിനെ അവഞ്ചേഴ്സിൽ ചേരാൻ ക്ഷണിക്കുന്നുണ്ടെങ്കിലും തനിക്കിനിയും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പീറ്റർ അത് നിരസിക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ പീറ്റർ തന്റെ വേഷം ധരിക്കുന്നത് അമ്മായിമയെ കാണുന്നു. അവഞ്ചേഴ്സിനൊപ്പം ചേർന്ന പീറ്റർ ബഹിരാകാശത്ത് വെച്ച് താനോസിനെതിരെ പോരാടുന്നു. എന്നാൽ താനോസ് വിരലുകൾ അമർത്തുമ്പോൾ സ്നാപ്പ് പീറ്റർ അടക്കം പകുതി ജനങ്ങൾ പൊടിപടലങ്ങളായി മാറുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ബാക്കിയുള്ളവർ അവരെ തിരിച്ചുകൊണ്ടുവരുന്നു. തുടർന്ന് താനോസിനെതിരെയുള്ള അന്തിമ പോരാട്ടത്തിൽ പീറ്റർ പങ്കെടുക്കുന്നു. ആ യുദ്ധത്തിൽ തന്റെ ഗുരുവായ ടോണി സ്റ്റാർക്ക് മരിക്കുന്നത് പീറ്റർ കാണുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പീറ്റർ സ്കൂളിലേക്ക് തിരിച്ചെത്തുന്നു. തന്റെ പ്രണയിനിയായ MJയെ ആകർഷിക്കാൻ ഒരു യൂറോപ്പ് യാത്ര പീറ്റർ പ്ലാൻ ചെയ്യുന്നു. യാത്രയ്ക്ക് മുൻപ് നിക്ക് ഫ്യൂറി പീറ്ററിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പീറ്റർ അത് അവഗണിക്കുന്നു. ടോണി സ്റ്റാർക്കിന്റെ വിയോഗത്തിൽ പീറ്റർ ഏറെ ദുഃഖിതനാണ്. വെനീസിലെത്തിയ പീറ്ററിനെ ഒരു ജലരാക്ഷസൻ ആക്രമിക്കുന്നു. അപ്പോൾ മിസ്റ്റീരിയോ എന്ന പുതിയ സൂപ്പർ ഹീറോ എത്തി ആ രാക്ഷസനെ തകർക്കുന്നു. നിക്ക് ഫ്യൂറി പീറ്ററിനെ കാണുകയും മറ്റൊരു ലോകത്തുനിന്നാണ് താൻ വരുന്നതെന്ന് പറയുന്ന മിസ്റ്റീരിയോയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ തടയാൻ പീറ്ററിനെ ഫ്യൂറി ഔദ്യോഗികമായി ആ ദൗത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ടോണി സ്റ്റാർക്കിന്റെ കണ്ണട അബദ്ധത്തിൽ ഉപയോഗിച്ച പീറ്റർ തന്റെ സുഹൃത്തായ ബ്രാഡ് ഡേവിസിന് നേരെ ഒരു ഡ്രോൺ ആക്രമണമുണ്ടാക്കുന്നു.
പ്രേഗിലെത്തിയ പീറ്റർ മിസ്റ്റീരിയോയുമായി അടുപ്പത്തിലാവുകയും അയാളെ തന്റെ പുതിയ വഴികാട്ടിയായി കാണുകയും ചെയ്യുന്നു. ഒരു കാർണിവലിൽ വെച്ച് ലാവരാക്ഷസൻ എന്ന മറ്റൊരു ഭീകര ജീവി ആക്രമണം നടത്തുന്നു. മിസ്റ്റീരിയോ ഇതിനെ തകർക്കുന്നു. പീറ്റർ വിഷമിച്ചിരിക്കുമ്പോൾ മിസ്റ്റീരിയോ അവനെ ആശ്വസിപ്പിക്കുകയും ടോണിയുടെ കണ്ണട കൈക്കലാക്കുകയും ചെയ്യുന്നു. മിസ്റ്റീരിയോയുടെ എല്ലാ കഴിവുകളും രാക്ഷസന്മാരും വ്യാജമാണെന്നും അയാൾ ടോണി സ്റ്റാർക്കിനോട് പകയുള്ള ഒരു മുൻ ജീവനക്കാരനാണെന്നും വ്യക്തമാകുന്നു. പീറ്റർ താനാണ് സ്പൈഡർമാൻ എന്ന് എംജെയോട് സമ്മതിക്കുന്നു. കൂടാതെ മിസ്റ്റീരിയോയുടെ കള്ളത്തരങ്ങൾ തെളിയിക്കുന്ന തെളിവുകളും പീറ്ററിന് ലഭിക്കുന്നു. മിസ്റ്റീരിയോയെ തടയാൻ ബെർലിനിലേക്ക് പോകുന്ന പീറ്ററിനെ മിസ്റ്റീരിയോയുടെ മായക്കാഴ്ചകൾ ഹോളോഗ്രാംസ് വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിക് ഫ്യൂരി എന്ന് കരുതിയത് മിസ്റ്റീരിയോ തന്നെയായിരുന്നു എന്ന് പീറ്റർ തിരിച്ചറിയുന്നു. ഒരു ട്രെയിൻ അപകടത്തിൽ പീറ്റർ പെടുന്നുണ്ടെങ്കിലും അവൻ രക്ഷപ്പെടുന്നു. പിന്നീട് ഹാപ്പി ഹോഗന്റെ സഹായത്തോടെ പീറ്റർ ഒരു പുതിയ വേഷം നിർമ്മിക്കുന്നു. തന്റെ സ്പൈഡർ സെൻസ് പീറ്റർ ടിങ്കിൾ ഉപയോഗിച്ച് മിസ്റ്റീരിയോയുടെ വ്യാജ കാഴ്ചകളെ തിരിച്ചറിയാനും അവനെ തോൽപ്പിക്കാനും പീറ്റർ ലണ്ടനിലേക്ക് പോകുന്നു. ലണ്ടനിൽ വെച്ച് ഡ്രോണുകളുടെ സഹായത്തോടെ മിസ്റ്റീരിയോ ഒരു വലിയ ആൾമായാട്ടം സൃഷ്ടിക്കുന്നു. എന്നാൽ തന്റെ സ്പൈഡർ സെൻസ് ഉപയോഗിച്ച് പീറ്റർ അത് തിരിച്ചറിയുകയും മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ആ പോരാട്ടത്തിൽ മിസ്റ്റീരിയോ കൊല്ലപ്പെടുന്നു. തിരികെ ന്യൂയോർക്കിലെത്തിയ പീറ്ററിന് വലിയൊരു തിരിച്ചടി നേരിടുന്നു. താനാണ് സ്പൈഡർമാനെന്ന് മിസ്റ്റീരിയോ ലോകത്തോട് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ അവൻ പുറത്തുവിടുന്നു. സ്പൈഡർമാൻ ഒരു വില്ലനാണെന്ന് ജനങ്ങൾ കരുതുന്നു. പീറ്ററിന്റെ ജീവിതം പ്രതിസന്ധിയിലാകുന്നു. MIT കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത പീറ്റർ സഹായത്തിനായി ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണുന്നു. ലോകം താനാണ് സ്പൈഡർമാൻ എന്ന് മറക്കാൻ ഒരു മന്ത്രം ചെയ്യാൻ പീറ്റർ സ്ട്രേഞ്ചിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ മന്ത്രം പാളുകയും മറ്റ് പ്രപഞ്ചങ്ങളിൽ നിന്നുള്ള വില്ലന്മാർ ഈ ലോകത്തേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റ് ലോകങ്ങളിൽ നിന്ന് ഡോക്ടർ ഒക്ടോപ്പസ്, ഗ്രീൻ ഗോബ്ലിൻ തുടങ്ങിയ വില്ലന്മാർ എത്തുന്നു. അവരെ തടയാൻ ഡോക്ടർ സ്ട്രേഞ്ചിനൊപ്പം പീറ്റർ ശ്രമിക്കുന്നു. എന്നാൽ ഈ വില്ലന്മാരെ അവരുടെ ലോകത്തേക്ക് തിരികെ അയച്ചാൽ അവർ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന പീറ്റർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. വില്ലന്മാരെ മാറ്റാൻ പീറ്റർ നടത്തുന്ന ശ്രമത്തിനിടയിൽ ഗ്രീൻ ഗോബ്ലിൻ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുന്നു. ആ അപകടത്തിൽ പീറ്ററിന്റെ ആന്റ് മേ കൊല്ലപ്പെടുന്നു. മരിക്കുന്നതിനു മുൻപ് വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ വലിയ ശക്തിയും വരുന്നു എന്ന് അവർ പീറ്ററിനോട് പറയുന്നു. ആന്റ് മേയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന പീറ്ററിനെ സഹായിക്കാൻ മറ്റ് പ്രപഞ്ചങ്ങളിൽ നിന്നുള്ള 2 സ്പൈഡർമാൻമാർ കൂടിയെത്തുന്നു. മൂവരും ചേർന്ന് വില്ലന്മാരെ പരാജയപ്പെടുത്തുകയും അവരെ സ്വന്തം ലോകങ്ങളിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തെ പഴയപടിയാക്കാൻ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പീറ്റർ മന്ത്രം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ പീറ്റർ പാർക്കർ ആരാണെന്ന് ലോകം മുഴുവൻ മറന്നുപോകുന്നു. പീറ്റർ തന്റെ ജീവിതം 0 നിന്ന് തുടങ്ങുന്നു. ഇപ്പോൾ അവന് പഴയ സുഹൃത്തുക്കളോ ബന്ധങ്ങളോ ഒന്നുമില്ല. എങ്കിലും തന്റെ ശക്തിയും ഉത്തരവാദിത്തവും തിരിച്ചറിഞ്ഞ പീറ്റർ പുതിയൊരു വേഷം തുന്നിയുണ്ടാക്കി ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വീണ്ടും ഇറങ്ങുന്നു.